ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്ന പലരും ഒന്നും ചെയ്യുവാൻ കഴിയാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് നിരാശയുടെ പടുകുഴിയിൽ ഒതുക്കപ്പെട്ടവരായി ജീവിക്കുന്നവരുണ്ട്. ദൈവം മുമ്പാകെ വന്ന് നിൽക്കാൻ തയ്യാറായാൽ ഇനിയും അവരെ ദൈവം ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു വ്യക്തി വന്ന് നിൽക്കാത്തിടത്തോളം സമയം ദൈവത്തിന് ഒരിക്കലും ആ വ്യക്തിയെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ദൈവം മുമ്പിൽ നിന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയാൽ എന്താണ് സംഭവിക്കുന്നത്? അല്പസമയങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് തന്ന ചില ആത്മീക സന്ദേശങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. നീ പർവ്വതത്തിന് പുറത്തു വന്ന് യഹോവയുടെ മുൻപാകെ നിൽക്കുക. ഇത് ദൈവം ആരോടാണ് പറഞ്ഞതെന്നറിയാമോ? വളരെ ശക്തമായി ഒറ്റയ്ക്ക് പടപൊരുതി ശുശ്രൂഷ ചെയ്തൊരു ദൈവമനുഷ്യനാണ്. നമുക്ക് സമനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളാണ് ഏലിയാവ്. ഏലിയാവിനോട് ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ദൈവത്തിൻ്റെ ശബ്ദമാണ് കുറച്ചു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക. പുറത്തു വരേണ്ടുന്ന സാഹചര്യങ്ങളിൽ പുറത്തു വന്നാലേ പറ്റത്തുള്ളൂ. സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ആ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവാശ്രയത്തോടെ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കാൻ തയ്യാറാകുക. പുറത്തു വന്ന് നിൽക്കുന്നവനോടാണ് ദൈവം സംസാരിക്കുന്നത്. എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്? നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. കാരണം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ മരണഭയത്താൽ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന ആ ദൈവമനുഷ്യനെ തട്ടി ഉണർത്തി അദ്ദേഹം അവിടുന്ന് ഹോരേബ് പർവ്വതത്തിലെത്തി ഒരു ഗുഹയ്ക്കകത്ത് കയറി അദ്ദേഹം അവിടെ ഒളിച്ചിരുന്നു എന്നൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ആ ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുകയാണ്. സത്യത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്ന പലരും എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി എന്താണ് അടുത്ത ചുവടുകൾ എന്നറിയാതെ ഒതുക്കപ്പെട്ടു പോകാറുണ്ട്. നിരാശകളാകാം, ഭയമാകാം, മുൻപിൽ വഴികളില്ലാത്തതാകാം. പക്ഷേ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യം ഭയങ്കര ചോദ്യമാണ്. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഒന്നല്ല, 2 പ്രാവശ്യമാണ് ചോദിക്കുന്നത്. നിനക്കിവിടെ എന്ത് കാര്യം? എലൈജ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിന്നെ ഇവിടെ കാണേണ്ടതല്ലല്ലോ. ദൈവത്തിൻ്റെ ആ ചോദ്യത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നിന്നെ ഇവിടെ കാണാൻ പാടില്ലാത്തതാണല്ലോ. നീ എന്തിനാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്? പിന്നീട് നമ്മൾ കാണുന്നത് ഭയങ്കരമായ കാറ്റുണ്ടാകുന്നു, ഭൂകമ്പമുണ്ടാകുന്നു, തീയുണ്ടാകുന്നു. അതിലൊന്നും ദൈവമില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ മൃദുവായ ഒരു ശബ്ദം, ആ ശബ്ദത്തിലാണ് നമ്മൾ കാണുന്നത് 12-ാമത്തെ വാക്യത്തിൽ, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? സാവധാനത്തിലുള്ള ഒരു ദൈവശബ്ദം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ആ സാഹചര്യങ്ങളിൽ മൃദുവായ ഒരു ദൈവശബ്ദമുണ്ട്. നീ പുറത്തേക്ക് വരിക, എനിക്ക് നിന്നോട് ചിലത് സംസാരിപ്പാനായിട്ടുണ്ട്. നമ്മൾ പല സമയങ്ങളിലും ഒതുക്കപ്പെട്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളെ ആ ഒതുക്കാനായിട്ട് നോക്കുന്ന സാഹചര്യങ്ങൾ, അത് ലോകപരമാകട്ടെ അല്ലെങ്കിൽ ഭയമാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ആ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ദൈവം മുമ്പിൽ നിൽക്കുക. ദൈവം മുമ്പിൽ നിൽക്കുന്നവനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഞാൻ ബൈബിളിനെക്കുറിച്ച് ചരിത്രങ്ങൾ പറയാനായിട്ടല്ല സമയം എടുക്കുന്നത്. ഏത് സാഹചര്യത്തിൽ നിങ്ങളായിരുന്നാലും അവിടെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ എത്താനായിട്ട് ശ്രമിക്കുക. ദൈവത്തിന് എന്നോട് എന്താണ് പറയാനായിട്ടുള്ളത്, അതിന് വ്യക്തിപരമായി കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, 99 വയസ്സുള്ള ഒരു മനുഷ്യൻ, എനിക്കറിയില്ല എൻ്റെ ഈ തിരുവചന സന്ദേശം 99 വയസ്സുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 99 വയസ്സുള്ള, ഏകദേശം 100 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യനോട് ദൈവം പറയുകയാണ്, നീ എൻ്റെ മുമ്പാകെ
നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നിഷ്കളങ്കനായി നടക്കുക എന്നുള്ളതല്ല, നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ദൈവത്തിൻ്റെ മുമ്പാകെ നടക്കുന്നവൻ നിഷ്കളങ്കനായി തീരും. ഒത്തിരി ചോദ്യങ്ങൾ അബ്രഹാമിൻ്റെ മുമ്പിലുണ്ട്. കുഞ്ഞിനെ എനിക്ക് തന്നിട്ടില്ല, ഭാവി എന്താകുമെന്ന് അറിയത്തില്ല. കൂടെ ഇറങ്ങിത്തിരിച്ച കാഴ്ചപ്പാടില്ലാത്തവർ പലരും, അവരുടെ മക്കൾ പോലും കല്യാണപ്രായമായിട്ടുണ്ട്. പിന്നെ അവർക്കെല്ലാമായി മനുഷ്യരുടെ മുമ്പിൽ കാണിക്കാൻ എന്തെങ്കിലുമുണ്ട്. പക്ഷെ ഞാനിപ്പോഴും കൂടാരത്തിലാണ്, എൻ്റെ ഭാര്യ മച്ചിയാണ്, എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. നീ ദൈവത്തെ സേവിക്കാൻ പോയിട്ട് നിനക്ക് എന്ത് കിട്ടി എന്നുള്ള മനുഷ്യൻ്റെ ചോദ്യശരങ്ങളുടെ മുമ്പിൽ എനിക്കതിന് കൃത്യമായ ഉത്തരം കൊടുക്കാനൊന്നുമില്ല. ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ആ മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. പക്ഷേ ആ ചിന്തകളെ ഒക്കെ തടുത്തുകൊണ്ട് ദൈവം പറയുകയാണ്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ചോദ്യങ്ങൾക്കെല്ലാത്തിനുമുള്ള ഉത്തരം ദൈവം ഒരിക്കലും കൊടുക്കുന്നില്ല. പക്ഷെ ദൈവം ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം, വാക്ക് ബിഫോർ മീ ബ്ലെയിംലെസ്ലി, ആക്ഷേപമില്ലാത്തവനായി, മറ്റുള്ളവർ ആക്ഷേപിക്കാത്തവനായി നീ എൻ്റെ മുമ്പിൽ അതേ നിഷ്കളങ്കതയോടെ നടക്കുക. പ്രിയപ്പെട്ടവരെ, ഒന്നും മുന്നിൽ കണ്ടില്ലെങ്കിലും ദൈവസന്നിധിയിൽ നമ്മൾ നിഷ്കളങ്കരായി നടക്കുക. ദൈവ മുമ്പാകെ നടക്കുക. ദൈവ മുമ്പാകെ നടക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് കുറച്ച് ചെറുപ്പക്കാരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കൊരു കഴിവില്ലായിരിക്കും, നിങ്ങൾക്ക് മറ്റുള്ള മനുഷ്യർ എടുത്തുയർത്തക്കവണ്ണമുള്ള അല്ലെങ്കിൽ അവർക്ക് നോക്കാനുള്ള പ്രത്യേകമായ കഴിവുകളൊന്നും നിങ്ങളിൽ ഇല്ലായിരിക്കും. പക്ഷേ ഈ ഒരു ജനറേഷനിൽ, ഈ ഒരു തലമുറയിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുക. ദൈവമേൽപ്പിച്ച സ്ഥലങ്ങളിൽ വിശ്വസ്തയോടെ മുമ്പോട്ട് പോവുക. എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാതെ അതേ വേർപാടോടെ സമർപ്പണത്തോടെ മുമ്പോട്ട് പോവുക. ദൈവം നിങ്ങളെ ഘട്ടം ഘട്ടമായി ഉയർത്താനായിട്ട് തുടങ്ങും. എന്തു വഴികൾ നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ടാലും, അടയപ്പെട്ട വാതിലുകൾ ദൈവമാണ് തുറക്കുന്നത്. ദൈവമാണ് ഒരുത്തനെ ഉയർത്തുന്നത്. ദൈവമാണ് ഒരാളെ മാനിക്കുന്നത്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് നമ്മൾ കാണുന്നത് പോലെ ദൈവമാണ് മാനിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം അതാണ് പറഞ്ഞത്. തൻ്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊന്നും ദൈവം കൊടുത്തില്ല. ഒറ്റ കാര്യം, എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. കയീൻ യഹോവയുടെ സന്നിധി വിട്ട് യാത്ര ചെയ്തു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4:16. എൻ്റെ പ്രിയപ്പെട്ടവർ, അതൊന്ന് എടുത്ത് വായിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ എഴുതിയിരിക്കുന്നത്, കയീൻ യഹോവയുടെ സന്നിധി വിട്ടു, ഏദന് കിഴക്ക് നോദ് ദേശത്ത് പോയി പാർത്തു. ദൈവത്തിൻ്റെ മുമ്പാകെ ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകനായവൻ പലതരത്തിലുള്ള അനുസരണക്കേടുകൾ ഉണ്ടായി ദൈവസന്നിധി വിട്ടുള്ള യാത്രയാണ്. ദൈവസന്നിധി വിട്ട് യാത്ര ചെയ്തവന് അവൻ്റെ മകൻ ഭൂമിയിലെ ആദ്യത്തെ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് പറയുന്ന പട്ടണം. പക്ഷെ നിങ്ങൾ ആ ജനറേഷൻ ശ്രദ്ധിക്കണം. ലാമേക്ക് ബഹുഭാര്യത്വം, ഭാര്യയെ തല്ലുന്നവർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ജനറേഷനിലാണ് സംഭവിച്ചത്. എല്ലാ കാലത്തും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുടെ പിൻതലമുറകളിലും കുടുംബങ്ങളിലും സംഭവിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കതെല്ലാം എണ്ണിപ്പറയാൻ പറ്റും. അങ്ങനെയൊക്കെയാണത് സംഭവിക്കുന്നത്. ദൈവസന്നിധി വിട്ട് പോയി, ദൈവസന്നിധിയിൽ നിന്നുള്ള യാത്ര. യോനയുടെ യാത്ര എങ്ങനെയായിരുന്നു? യോന വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി കുറിച്ച് വെച്ചിരിക്കുകയാണ്. യോന യഹോവയുടെ സന്നിധി വിട്ട് കപ്പൽ കയറി തർസീസിലേക്ക് പോവുകയാണ്. യഹോവയുടെ സന്നിധി വിട്ടുപോയി. അങ്ങനെ തന്നെയാണ് ബൈബിളിൽ കാണുന്നത്. ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മതി. ദൈവസന്നിധി വിട്ടുള്ള യാത്ര ഏറ്റവും ഒടുവിൽ എത്തിയതെന്താണ്? നമുക്കറിയാം. ആ കപ്പൽ കുലുങ്ങുന്നു, വലിയ കാറ്റടിക്കുന്നു. ആ ഒരൊറ്റ വ്യക്തി കാരണം ആ കപ്പലിലുള്ളവർ മുഴുവനും മരണത്തെ മുഖാമുഖം കാണുന്നു. കടലിൽ കടന്ന ഒരു തിമിംഗലത്തിന് പോലും സമാധാനം നഷ്ടപ്പെടുന്നു. എന്തെല്ലാം കോളിളക്കങ്ങൾ, എന്തെല്ലാം പ്രകമ്പനങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ ദൈവത്തെ വിട്ടിട്ടുള്ള യാത്രകളുടെ അപകടം ബൈബിൾ വ്യക്തമായി പറയുമ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുക, നീ എൻ്റെ മുമ്പാകെ നിൽക്കുക, പുറത്തു വരൂ, മുമ്പിൽ നിൽക്കൂ. രണ്ട് കാര്യങ്ങളാണ്. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എവിടെയാണെന്നറിയാമോ?
സോദോം ഗോമോറ പട്ടണങ്ങളെ നശിപ്പിക്കാനായി ദൈവദൂതന്മാർ പോകുമ്പോൾ അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് ആ പട്ടണത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മുമ്പാകെ വാദിക്കുകയാണ്. ഇത്ര ആളുകളുണ്ടെങ്കിൽ അതിനെ ശിക്ഷിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞ് 50 ഇങ്ങനെ എണ്ണം കുറച്ച് വന്ന് ദൈവം മുമ്പിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റും. അപ്പം ഈ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പറഞ്ഞ ആ വാക്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ മടങ്ങി വരുമ്പോൾ ആ വാക്യം പ്രിയരെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 1 രാജാക്കന്മാർ 19:11 വാക്യം. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക. 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, പുറത്തു വരിക. രണ്ടാമത്തേത് ദൈവം മുമ്പിൽ നിൽക്കുക. ജീവിത സാഹചര്യങ്ങൾ ഏതാണെങ്കിലും ആ ഒതുക്കപ്പെട്ട നിരാശയിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും പുറത്തു വരിക എന്നുള്ളതാണ്. പുറത്തു വരിക. എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് മരിച്ചാൽ മതി, എൻ്റെ ജീവിതം തീർന്നു. വേലയ്ക്ക് വിളിച്ചത് ദൈവമല്ലേ, വിളിച്ചിറക്കിയത് ദൈവമല്ലേ, അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല. പല സമയങ്ങളിലും നമ്മളറിയാതെ അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കയറിക്കൂടാറുണ്ട്. നിരാശകൾ നമ്മളെ പിന്നിലേക്ക് വലിക്കാറുണ്ട്. മനസ്സ് തകർന്നവരായി എല്ലാം അവസാനിക്കാനായിട്ട് തീരുമാനിച്ച് ഗുഹയ്ക്കകത്ത് കയറി നിൽക്കുമ്പോൾ ഏലിയാവെ പുറത്തു വരാൻ പറഞ്ഞപ്പം നിങ്ങൾ ആ ഏലിയാവിൻ്റെ വരവൊന്ന് ശ്രദ്ധിച്ചാൽ, നിങ്ങളുടെ ആ ഒരു നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ 13 വാക്യത്തിൽ ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവ് പുറത്തു വന്ന് നിന്നു എന്ന് പരിശുദ്ധാത്മാവിന് എഴുതിയാൽ പോരെ? എന്തിനാണ് ഇത്രയധികം വിശദീകരിച്ചെഴുതുന്നത്? പുറത്തു വന്നു, മുഖം മൂടി, പുതപ്പ് കൊണ്ട് മുഖം മൂടി നിന്നു. എന്താ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? എനിക്ക് മനസ്സിലായത് ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ മോനെ അല്ലെ എൻ്റെ ഒരു മോളെ ഒരു കള്ളത്തരത്തിൽ ഞാൻ പിടിച്ചു. ആ ഒരു കുറ്റകൃത്യത്തിൽ അവൻ പിടിക്കപ്പെട്ടപ്പോൾ അവൻ ലജ്ജ കൊണ്ട് മുഖത്ത് നോക്കാൻ പറ്റാതെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ ദൈവം മുമ്പിൽ ലജ്ജയുള്ളവനായി, അതെ, ഒന്ന് തലയുയർത്താൻ പറ്റാത്തവനായി കുനിഞ്ഞ്, അതെ, നാണക്കേട് പോലെ അപമാനത്തിൻ്റെ ഭാരം, അതെ, ആ അപമാനത്തിൻ്റെ പാണ്ഡം അത് തലയിൽ വെച്ചുകൊണ്ട് വന്നു നിൽക്കുന്നത് പോലെ ഒരു കാഴ്ച നിങ്ങളുടെ കൺമുൻപിൽ ഒന്ന് കാണാനായിട്ട് പറ്റുന്നു. ആ ഗുഹാമുഖത്ത് ഇങ്ങനെ വന്നു നിൽക്കുന്ന ആ ഒരു ഏലിയാവിനോട് ദൈവം ചോദിക്കുകയാണ്, ഏലിയാവേ, നിനക്കിവിടെ എന്താണ് കാര്യം? നിന്നെ ഇങ്ങനെ ഇവിടെ കാണേണ്ടവനല്ലല്ലോ. ഏലിയാവ് ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഒത്തിരി ഞാൻ ശുഷ്കാന്തിച്ചു. അതെ, ഇസ്രായേൽ മക്കൾ അങ്ങയുടെ നിയമത്തെ ഉപേക്ഷിച്ചു കളഞ്ഞു, യാഗപീഠങ്ങളെ ഇടിച്ചു, പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ദൈവം ഏലിയാവിനോട് പറഞ്ഞ മറുപടി ഭയങ്കരമാണ്. നീ ഒരുവൻ മാത്രമാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? നിന്നെപ്പോലെ ബാലിന് മുട്ടുമടക്കാത്ത 7000 പേര് ഉണ്ട് എന്നുള്ളൊരു കാര്യം നീ മറന്നു പോകരുത്. അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും. പല സമയത്തും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ്, എല്ലാം തീർന്നു, ദൈവരാജ്യം തീർന്നു, ദൈവപ്രവൃത്തി തീർന്നു. ചിലർ പറയുന്നത് വേദപുസ്തകത്തിൻ്റെ കാലം കഴിഞ്ഞു, പ്രസംഗത്തിൻ്റെ കാലം കഴിഞ്ഞു, ശുശ്രൂഷയുടെ കാലം കഴിഞ്ഞു, സുവിശേഷത്തിൻ്റെ കാലം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ചില ഇടുങ്ങിയ ചിന്തകൾ, സങ്കുചിതമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ഒരുത്തൻ മാത്രമൊന്നുമല്ല, നിന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ട്. നീ അതറിയാത്തത് കൊണ്ടാണ്, നീ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്താണ് പ്രിയരെ വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചത്? നമ്മളുടെയൊക്കെ ചിന്തകൾ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അതാണ് ഏറ്റവും ഭയാനകം. അല്ല, സമാനമായ സാഹചര്യത്തിൽ ഒത്തിരി പേര് കടന്നു പോകുന്നുണ്ട്. ലോകത്തിൽ നിങ്ങളുടെ സഹോദരന്മാർക്കെല്ലാം ആ വക കഷ്ടം പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ.
പത്രോസിൻ്റെ ലേഖനത്തിൽ അത് എഴുതിയിരിക്കുകയാണ്. നമ്മളൊരാൾ മാത്രമൊന്നുമല്ല. നമ്മൾ ചിന്തിക്കും നമ്മൾ മാത്രം വിശ്വാസത്തിൻ്റെ പടപൊരുതി നിൽക്കുന്നു. അല്ല പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ആത്മഭാരമുള്ള എത്രയോ ആളുകളെ ദൈവം ഓരോ സ്ഥലങ്ങളിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഏലിയാവിനെ ദൈവം കൈവിട്ട് കളഞ്ഞില്ല. ഏലിയാവിനോട് ദൈവം പറയുന്ന ചില വാക്കുകൾ കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? 3 കാര്യം നീ ചെയ്യുക. അരാമിനെ രാജാവായി ഹസായേലിനെ അഭിഷേകം ചെയ്യുക. ഏലീശയെ നിനക്ക് പകരക്കാരനായി ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരിക. അടുത്തത്, ഇസ്രായേലിന് രാജാവായി യേഹുവിനെ അഭിഷേകം ചെയ്യുക. പിന്നീടുള്ള നമ്മൾ ആ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളും വേദപുസ്തകത്തിൻ്റെ ചരിത്രങ്ങളും ഒക്കെ നമ്മൾ പിന്നീട് പഠിക്കുമ്പം നമുക്ക് മനസ്സിലാകും ദൈവം പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന്. ഏലിയാവിനേക്കാൾ ശക്തിയോടെ പ്രയോജനപ്പെട്ട വ്യക്തി എലീശയാണ്. യേഹു എന്ന് പറയുന്നൊരു വ്യക്തിയാണ് നമ്മൾ 2 രാജാക്കന്മാർ 10-ാം അധ്യായം മുഴുവനും പഠിക്കുമ്പോൾ ദൈവത്തിനെതിരെ നിന്ന ആഹാബിൻ്റെയും ഇസബേലിനും എതിരെ യേഹു ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ബാലിൻ്റെ ക്ഷേത്രങ്ങളെയൊക്കെ മറപ്പുരയാക്കുമാറ് ദൈവം യേഹുവിനെ എഴുന്നേൽപ്പിച്ചു. അപ്പം നമ്മൾ ആ ദൈവജനത്തിൻ്റെ ആഴം പഠിക്കുമ്പോൾ ഏലിയാവിലെ ശുശ്രൂഷ ഏലിയാവിൽ തീർക്കാനല്ല ദൈവം ആഗ്രഹിച്ചത്. ഇന്നും ദൈവം ചിലത് തുടരാനായിട്ട് ആഗ്രഹിക്കുക. ദൈവം ചിലത് തുടരാനും ദൈവം ചിലതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനുമായിട്ടുമൊക്കെ ആഗ്രഹിക്കുമ്പോൾ പലരും ഇതിനോടൊന്നും താല്പര്യമില്ലാതെ ഇതെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ആരോടൊക്കെയോ സംസാരിക്കുകയാണ്. നിങ്ങളുടെ നിരാശയിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു വാ. ദൈവദാസനെ, ആരും അനുഭവിക്കാത്ത കഷ്ടങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതാണ്. ഒന്നാമത്, പുറത്തു വരിക. നീ ഇരിക്കുന്ന ഗുഹയ്ക്കകത്തേക്ക് ദൈവം വരണമെന്നൊരു നിർബന്ധം നീ പിടിക്കരുത്. കാരണം ആ ഗുഹയ്ക്കകത്തേക്ക് ഞാനും നിങ്ങളും കയറിപ്പോയതാണ്. കയറിപ്പോയിടത്തുനിന്ന് ഇറങ്ങി വരേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, മിസ്രയീമിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. ഇല്ലേ? മിസ്രയീം വിട്ടേലേ പറ്റത്തുള്ളൂ. മിസ്രയീമിൽ സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. മിസ്രയീം വിട്ട് കനാനിലേക്ക് പോവുക. ജീവിതത്തിൽ വിട്ടുകളയാനുള്ളതെല്ലാം വിട്ടുകളഞ്ഞേ പറ്റത്തുള്ളൂ. പുറത്തു വരുവാനുള്ള സ്ഥലത്ത് നിന്ന് പുറത്തു വന്നേ പറ്റത്തുള്ളൂ. ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവരാ പടകും വലയുമെല്ലാം കളഞ്ഞിട്ട് ദൈവത്തെ അനുഗമിച്ചു. ഏലിയാവ് പോലും എലീശയെ പോയി കണ്ടെത്തി. ദൗത്യം ബുദ്ധിമുട്ടേറിയതാണ്. എലീശ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഉഴുതുകൊണ്ടിരുന്ന ആ കലപ്പയും അതെല്ലാം മുറിച്ച് ആ കാളുകളെയെല്ലാം അറുത്ത് അദ്ദേഹം പാചകമെല്ലാം ചെയ്ത് ആ ഭക്ഷണമെല്ലാം ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിനെയെല്ലാം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഏലിയാവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്തവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. പുറമേ നോക്കുമ്പോൾ പല നഷ്ടങ്ങളുണ്ടെന്ന് തോന്നും. ഉഴുതുകൊണ്ടിരുന്ന കാളയെ ഇല്ലായ്മ ചെയ്യുന്നു, കലപ്പ മുറിച്ചു കളയുന്നു. നഷ്ടങ്ങളല്ലേ? ദൈവത്തിന് വേണ്ടി ഇന്ന് സഹിക്കുന്ന ചില നഷ്ടങ്ങൾ നാളുകളിൽ പ്രിയപ്പെട്ടവരെ അതിനെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും. അതിനെ ചരിത്രമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ എലീശ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇന്നും പ്രസംഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം, അദ്ദേഹം ഒരു വയലുഴുന്നൊരുവനായിരുന്നെങ്കിൽ ഒരിക്കലും വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ഈ മനുഷ്യനെക്കുറിച്ച് എഴുതി ചേർക്കില്ലായിരുന്നു. പക്ഷേ ഇന്നും എത്രയോ നൂറ്റാണ്ടുകളായി വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എലീശായെക്കുറിച്ചും ഏലിയാവിനെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കൊടുത്ത ചില വിലയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കർത്താവിന് വേണ്ടി ചിലതെല്ലാം ഈ ദിവസങ്ങളിൽ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുക. ചില പാപത്തിൻ്റെ സ്വഭാവങ്ങൾ, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന അതേ മേഖലകൾ, അതേ സത്യദൈവത്തിങ്കിലേക്ക് വരാതെ വണ്ണം മിഥ്യമായ പലതിലും നമ്മളെ തടുത്തിട്ടിരിക്കുന്ന ചിലത്, അതേ അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് ദൈവം മുമ്പാകെ നിൽക്കുക. പുറത്തു വരിക, ദൈവം മുമ്പാകെ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കും പുറത്തു വരാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പുറത്തു കൊണ്ടുവരണമേ. അതേ, ഞങ്ങളെ
ഉപയോഗിക്കണമേ. പ്രാർത്ഥിക്കുക. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ദൈവസന്നിധിയിൽ ഞങ്ങൾ അടുത്ത് വരുന്നു. ദൈവമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളൊക്കെ പുറത്തു വരേണ്ടുന്ന സാഹചര്യങ്ങളിൽ പുറത്തു വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്ന, ഉപയോഗിക്കപ്പെടേണ്ടുന്ന പലരും ഉപയോഗിക്കപ്പെടുവാൻ കഴിയാത്ത അവസ്ഥകളിലായിരിക്കുമ്പോഴും സ്വർഗീയപിതാവിൻ്റെ മഹത്വമുള്ള സാന്നിധ്യത്താൽ ഞങ്ങൾ ദൈവശബ്ദം കേൾക്കുവാനും കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാനും സഹായിക്കും. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം സഹായിക്കട്ടെ. മാറാനാഥ.